ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുക്കിംഗ് വീഡിയോ ആണ്, അതും ഒരു പരീക്ഷണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം സാരംഗിലെ ദക്ഷിണ ചാനലിൽ ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പൊതിച്ചോറിലെ ഒരു ഐറ്റം വന്നിട്ട് പൊന്നാരി വീരനില്ലേ, അതിൻ്റെ പൂവിൻ്റെ തോരന് ഇങ്ങനെ വിളമ്പി വെക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ ഒരു ഇതായിരുന്നു എൻ്റെ കണ്ണ്. അപ്പോൾ കുറേ ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു ഇതൊന്ന് തോരൻ വെക്കാനായിട്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പൂ വരുമ്പോഴേ പറിച്ചെടുത്താൽ അതിൽ പുതിയ വിത്തൊക്കെ വരാനായിട്ടുള്ളൊരു സമയം കൊടുക്കണമല്ലോ. പൂ എല്ലാം പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പുതിയ വിത്തും ഉണ്ടാവില്ല, ഇനി വേറെ ഒട്ട് കിളിക്കുകയില്ല. അപ്പോൾ ഞാൻ കുറേ നാളൊക്കെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇതാ ഇതുപോലെ ഇതിനകത്ത് പയറിൻ്റെ ഇതുപോലെ പയറൊക്കെ വന്നിട്ട് അതിനകത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും തന്നെ അതുപോലെ പയറൊക്കെ ആയി. അപ്പം ഞാൻ ഓർത്ത് ഇനി തൊട്ട് നമുക്ക് പൂ പറിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇത് പരീക്ഷിക്കാനായിട്ട് പോവാണേ. ഈ കാണുന്നതാണ് അതിൻ്റെ പയറ്. ഇത് ഉണങ്ങി ഇവിടെ തന്നെ വീണ് ഇതിങ്ങനെ കിളിച്ചോളും, തന്നെ കിളിക്കും. നമ്മൾ വേറെ വളവോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് പൊന്നാരി വീരൻ. ഇതിൻ്റെ ഇല മാത്രമായിട്ട് തോരൻ വെക്കും. പൂ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടുമില്ല, വെച്ചിട്ടുമില്ല. പൂ തോരൻ വെച്ച് കഴിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് അമ്മ മുരിങ്ങയിലയുടെ പൂവില്ലേ, മുരിങ്ങപ്പൂവ്, അത് തോരൻ വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം അമ്മ വെച്ച് തരുന്ന ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ഇത് തോരൻ വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത് തോരൻ വെക്കാനായിട്ട് പോവാണ്. ഞാനൊരു ചെറിയ മുറമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൂ പറിക്കാനായിട്ട് തുടങ്ങാം. വിരിഞ്ഞു വന്ന പൂവും പിന്നെ വിരിയാറായ മുട്ടും കൂടിയാണ് പറിച്ചെടുക്കുന്നത്. നന്നായിട്ട് വിരിഞ്ഞ് പോവുകയാണെങ്കിൽ ഒന്ന് തൊട്ടാൽ മതി, അപ്പോഴത്തേക്ക് അതിൻ്റെ ഇതളെല്ലാം പൊഴിഞ്ഞ് താഴെ പോവും. അങ്ങനെ കുറേയൊക്കെ പോയിട്ടുണ്ട്. എല്ലാം അതിൻ്റെ ചോട്ടിലായിട്ട് കിടപ്പുണ്ട്. ഒത്തിരി ഒന്നും കിട്ടുകയില്ല, കുറച്ചേ ഉള്ളൂ പൂവ്. പിന്നെ അത് തോരൻ വെച്ച് അവിഞ്ഞ് കഴിയുമ്പം ഒട്ടും തന്നെ കാണത്തില്ല. ഒരു നേരത്തേക്ക് ഒരു 3 പേർക്ക് കൂട്ടാനുള്ളത് കിട്ടുമായിരിക്കാം, നമുക്ക് നോക്കാം. പൂ പറിക്കുമ്പോൾ എന്താ ഇത് കണ്ടോ, ഇതുപോലെ ഇതിലെല്ലാം താഴോട്ട് പോകും. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം പറിക്കാനായിട്ട്. അപ്പം ഞാൻ മൊത്തം ഒന്ന് പറിച്ചെടുക്കട്ടെ. ഇത് കാണുമ്പോൾ കണിക്കൊന്നപ്പൂവാണ് ഓർമ്മ വരുന്നത്. ഇതുപോലെ തന്നെയാണ് സെയിം ഇതിൻ്റെ മുട്ടും ഒക്കെ കാണുമ്പോൾ. ഇത് സെയിം കളറും ഇതെല്ലാം ഇത്. അതും തൊട്ട ഉടനെ അതെല്ലാം കൂടെ അടർന്നു പോകും. ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് പൂവ് അവിടെ നിൽക്കുന്ന പോലെ തോന്നും. പക്ഷെ പൊന്നാരി വീരൻ്റെ പൂവല്ല. അതിനപ്പുറത്തായിട്ട് ഒരു മഞ്ഞ ബന്ദിപ്പൂ നിൽപ്പുണ്ട്. അതാണ് അവിടെ ഒത്തിരി കളറ് നിൽക്കുന്നതായിട്ട്, ഒരുപാട് പൂ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. നമുക്കിനി കുറച്ചുകൂടെ പൂവുണ്ട്, അതുകൂടെ ഒന്ന് പറിച്ചെടുക്കാം. അങ്ങനെ അതിലുള്ള പൂ മൊത്തം ഞാൻ പറിച്ചെടുത്തു. ഇതാ കണ്ടോ, ഒരു ഭംഗിയില്ലാത്ത പൊന്നാരി വീരൻ ചെടി അങ്ങനെ നിൽക്കുവാണ്. എന്നാൽ മുട്ടൊക്കെ നിപ്പുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ പൂവാകും. അതുപോലെ മുട്ടയ്ക്ക് ഇഷ്ടംപോലെ നിപ്പുണ്ട്. അപ്പം നമുക്കിനി പറിച്ചെടുത്ത പൂ കൊണ്ടുപോയിട്ട് തോരൻ വയ്ക്കാം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് അടുത്തത് നമുക്ക് വിളവെടുക്കാം. പൂവില്ലാതെ നിൽക്കുന്ന കാണുമ്പോൾ എന്തോ പോലെ നല്ല ഭംഗിയായിരുന്നു. മഞ്ഞ കളറിൽ പൂവിങ്ങനെ
മൊത്തം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ. എന്താ പോലെ കുഴപ്പമില്ല, 2 ദിവസം കഴിയുമ്പോൾ അതുപോലെ വരും. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് തോരൻ വെക്കാൻ തുടങ്ങാം. സെയിം കണിക്കൊന്നപ്പൂ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇച്ചിരി ഒരു കളർ വ്യത്യാസമുണ്ട്. കണിക്കൊന്നപ്പൂ കുറച്ച് ലൈറ്റാണ്, ഇത് വന്നിട്ട് കുറച്ചൊരു മഞ്ഞപ്പൂ കൂടുതലുണ്ട്, അത്രയും വ്യത്യാസമേ ഉള്ളൂ. ഇത് പറിച്ചെടുക്കുമ്പം തന്നെ പ്രാണിയും മറ്റ് പുഴുക്കളോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കി എടുക്കുകയാണെങ്കിൽ പണി എളുപ്പമായിരിക്കും. പക്ഷേ ഞാനത് നോക്കിയല്ല പറിച്ചത്. ഇനി വേണം ഇതിനകത്ത് അഴുക്കോ മറ്റ് പ്രാണികളോ ഈച്ചയോ പൊടിയോ ഉറുമ്പോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കാനായിട്ട്. അങ്ങനെ തിരഞ്ഞ് പറക്കി എടുത്ത് നമുക്കിനി കഴുകി എടുക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് നോക്കി അങ്ങനെ വെള്ളത്തിലോട്ട് ഇടുന്നുണ്ട്. ഇനി അത് മൊത്തം ഒന്ന് നോക്കി എടുത്തിട്ട് കാണിച്ചു തരാം. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാനെല്ലാം പറക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി കരിമൊട്ടാണ്, ഞാൻ പറിച്ചപ്പം അറിയാതെ കയ്യിൽ വന്നതാണ്. ഇതൊക്കെ ഞാൻ മാറ്റി കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊള്ളാവുന്നതും നല്ലതും എല്ലാം നോക്കിയിട്ട് പൂവെല്ലാം കൂടി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒലച്ചൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് ഇത് വെള്ളം തോരാനായിട്ട് വെക്കണം. അപ്പോൾ ഈ കണ്ണാപ്പയില്ലേ നമ്മുടെ കീഴ്ത്തപാത്രം, അതുപോലെ കുഴിയുള്ള പാത്രം, അങ്ങനത്തെ പാത്രത്തിലോട്ട് വേണം കഴുകി കോരി വയ്ക്കാനായിട്ട്. ഇനി അങ്ങനെ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്ത് വെക്കട്ടെ. നമ്മൾ പൂ കഴുകി എടുക്കുമ്പോൾ ഒരുപാട് ഞെക്കി അതിനകത്തെ വെള്ളം കളയാതെ ഇതുപോലെ കീഴ്ത്തപാത്രത്തിലിട്ട് വെള്ളം പോകാൻ വെക്കുന്നതാണ് നല്ലത്. ഇത്തിരി ഞെക്കി കഴിയുമ്പോൾ പൂ ഒരുപാട് അങ്ങ് അമങ്ങി ഒരു വല്ലാണ്ടായി പോവും. അപ്പോൾ ആ പൂവിൻ്റെ ഫ്രഷ്നെസ് അങ്ങ് പോകും. അതുകൊണ്ടാണ് ഇതുപോലെ കണ്ണാപ്പയിൽ തോരാനായിട്ട് വെക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ വെള്ളം എല്ലാം തോർന്ന് അങ്ങ് പൊയ്ക്കോളും. അത് കഴിയുമ്പോൾ തോരൻ വെക്കുന്നതാണ് നല്ലത്. ഞെക്കി പിഴിഞ്ഞെടുക്കാതിരിക്കുക. അങ്ങനെ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഉള്ളിയാണ്, ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുള്ളി തന്നെ ചേർക്കാൻ ശ്രമിക്കുക, കാരണം നമ്മുടെ തോരന് ഒരു ടേസ്റ്റ് തരുന്നത് ചെറുള്ളിയാണ്. അപ്പം ചെറുള്ളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. കുറച്ച് മതിയാവും, കാരണം കുറച്ചേ ഉള്ളു പൂ, അതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടിരിക്കുന്നത്. ഞാൻ ചട്ടിയിലാണ് തോരൻ വെക്കാൻ പോകുന്നത്. ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ തോരനാണെങ്കിൽ തേങ്ങയും മറ്റേ പൂവും ഉള്ളിയും എല്ലാം ഒരു സോഫ്റ്റ് അല്ലേ, അപ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് അരി ചേർത്ത് കൊടുക്കുന്നത്. കടുക് വറക്കുമ്പോൾ കടുവിന് പകരം അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരി നമ്മൾ ഇട്ട് കൊടുത്തതെല്ലാം അരി പൊട്ടി ഒരു വീർത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കാണെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കാണ്ട് ഒരു സമാധാനമില്ല, അതുകൊണ്ടൊരു ഒരു നുള്ളു കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുന്ന സൗണ്ട് കേട്ടില്ലേ പിന്നെ എന്ത് കടുക് പറ. അതുകൊണ്ട് ഞാൻ കടുക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും പിന്നെ പച്ചമുളകുമാണ്. അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും ഒന്ന് വാടുന്നിടം വരെ, അതായത് ഇതിൻ്റെ ആ ഒരു ഹാർഡ്നെസ് ഒക്കെ ഒന്ന് പോയി അതൊന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൂടെ പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റാം. അതൊന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ വഴറ്റാം. ഈ സമയം നമ്മുടെ പൂവിനും ഈ ഉള്ളിക്കും എല്ലാം കൂടെ ആവശ്യമുള്ള
ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഈ സമയം ചേർക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പം ചേർക്കുവാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. എനിക്ക് ഉപ്പിൻ്റെ അളവ് അത്ര അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൂ ഇട്ട് കഴിയുമ്പം കുറച്ച് ഉപ്പിടാം. കുറച്ച് കൂടെ ഉപ്പിട്ട് കൊടുത്തു. ആ പൂവിന് ആവശ്യമായിട്ടുള്ളത് കറക്റ്റാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ആദ്യമായിട്ട് വെക്കുമല്ലേ, എത്ര വേണം, എങ്ങനെയാണ് അതിന് ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. ഇനി ഞാൻ പൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. പൂ അത്യാവശ്യം ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂവെല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒത്തിരി നമ്മളെന്താ പറയുക, അമക്കി അതിൻ്റെ ആ ഒരു ഇത് കളയാതെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതൊന്ന് പതുങ്ങിയിട്ട് ഇതാവും. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ തോരനൊക്കെ വേഗം വെക്കത്തില്ല, ഇങ്ങനെ അത്തിപ്പൊത്തി വെക്കുക എന്ന് പറയുന്നത്. എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റിനകത്ത്, 1 മിനിറ്റ് പോലും വേകണ്ട, അതിനുള്ളിലായിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുക്കാവും. വലിയ കട്ടിയില്ലല്ലോ, പൂവായതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 45 സെക്കൻഡ് വെച്ചിട്ട് ഇതാ തുറന്നപ്പോൾ ഇതാ എങ്ങനെയാണ്, പൂവെല്ലാം നന്നായിട്ട് അവിഞ്ഞിട്ടുണ്ട്. അവിഞ്ഞ് കളറൊന്നും മാറിയിട്ടില്ല. അപ്പോൾ നമ്മളിത് വിഷമൊന്നും ചേർക്കാത്തതാണല്ലോ, വിഷമൊന്നും ചേർത്തിട്ടില്ല, വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അത് വളരാൻ വേണ്ടിയിട്ടോ അതിൻ്റെ മണ്ടലോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല. പൂവിൻ്റെ ആ നാച്ചുറൽ കളർ തന്നെ നമ്മുടെ തോരന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മഞ്ഞപ്പൊടി ചേർക്കുന്നത് നമ്മളങ്ങനെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടില്ലേ. ഇതിലങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അതങ്ങനെ എടുത്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുത്തായിരുന്നു. തേങ്ങ ഒരു 1/2 കപ്പ് തേങ്ങ അത്രയേ ചേർത്തിട്ടുള്ളൂ. 1/2 കപ്പ് ചെറിയൊരു എനിക്ക് തോന്നുന്നു ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടാവും. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും നമ്മൾ അതുപോലെ അത്തിപ്പൊത്തി ഒന്ന് 1 മിനിറ്റ് വേണ്ട, അതിനുള്ളിൽ കുക്ക് ചെയ്തെടുക്കണം. ഇനി അടച്ച് വെച്ചിട്ട് വെന്തിട്ട് കാണിച്ചു തരാമേ. അപ്പം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് ആവാറായി. ഞാനത് തുറന്ന് നോക്കുവാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്, തീ ഏറ്റവും കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ എടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ്, ആവി മൊത്തം ഫോണിൽ തട്ടി ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നിവർത്തിയിട്ട്, അതായത് ഈ 4 പാടും നിരത്തിയിട്ട് അതൊന്ന് തോർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ഞാൻ അതിനിടയ്ക്കൊന്ന് ഉപ്പ് നോക്കിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് നോക്കിയപ്പം എനിക്കൊരു പഴയ ആ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങപ്പൂവിൻ്റെ തോരൻ്റെ ആ ഒരു ടേസ്റ്റാണ് വന്നത്, ഒരു നൊസ്റ്റു ടേസ്റ്റ്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് ഞാൻ ചേർത്തത്, എൻ്റെ അളവൊന്നും തെറ്റിയിട്ടില്ല. നമ്മുടെ തോരൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഒരു ടേസ്റ്റുള്ള തോരനുപരി ഇതൊരു മരുന്നാണ്. അതിൻ്റെ സയൻസ് വശങ്ങളൊന്നും എനിക്കറിയില്ല. ഇതുപോലെ പൂ കിട്ടിയാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോയിൽ ഇനിയും കണ്ടുമുട്ടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും താങ്ക് യു.